അല്ലാഹുള്ളതാണ്, മുആമലത്ത് മനുഷ്യന്മാരോടുള്ളതാണ്. ഒന്ന് പടച്ചവനോടാണ്, മറ്റൊന്ന് പടപ്പിനോടാണ്. പടച്ചവനോടും പടപ്പിനോടും ഒരുപോലെ ജയിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങൾ വിജയിക്കുക. ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നം എന്താ? ചിലര് പടച്ചവനോട് ഭയങ്കര ഉഷാറാണ്, പടപ്പുകളോട് വളരെ മോശമാണ്. ചിലര് പടപ്പുകളോട് ഭയങ്കര ഉഷാറാണ്, പടച്ചവനോട് വളരെ അകന്നിട്ടാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. പടച്ചവനോട് നന്നാവുന്നത് ആരാധനയിലൂടെയാണ്, പടപ്പുകളോട് നന്നാവുന്നത് പെരുമാറ്റത്തിലൂടെയാണ്. അത് ബന്ധത്തിലൂടെയാണ്, സൗഹൃദത്തിലൂടെയാണ്, ചങ്ങാത്തത്തിലൂടെയാണ്, വിനിമയത്തിലൂടെയാണ്, വ്യവഹാരത്തിലൂടെയാണ്, സമ്പർക്കത്തിലൂടെയാണ്, ഇടപെടക്കത്തിലൂടെയാണ്, സമന്വയത്തിലൂടെയാണ്. ആ മൂല്യങ്ങൾ ഒരാൾ നിലനിർത്തിയാൽ അതാണ് മുആമലാത്തിന്റെ വസന്തം എന്ന് പറയുന്നത്. അത് നിലനിർത്തിയില്ലെങ്കിൽ എന്താ? ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഒരു സാധാരണ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ തമാശയൊക്കെ പറയാറുണ്ട്. ഒരു ചങ്ങാതി ഇങ്ങനെ നടന്നു പോവാം, അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾക്ക് കണ്ണങ്ങനെ കാണൂല, കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പോൾ അയാളിങ്ങനെ പതിഞ്ഞ കണ്ണിലിങ്ങനെ കാഴ്ചയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തോട് മുറിച്ച് കിടക്കണം. അവിടെ ഒരു പലകയുണ്ട്, ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ താഴെ വീഴും. അപ്പോൾ ഇയാൾക്കത് അറിയാം. അപ്പോൾ ഈ മനുഷ്യൻ അപ്പുറത്ത് അരികത്ത് നിന്നിട്ട് ഒരാളെ ശബ്ദം കേട്ടു, നടന്നു വരണം. ആ ശബ്ദം കേട്ട അയാൾ പാലം കിടക്കുന്നതിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇയാൾ ഉടനെ പറഞ്ഞു, എനിക്ക് പിന്നെ ഒരു ആശ്വാസമായി. കാരണം ഒരു മനുഷ്യനുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധിച്ചു പോകാൻ. അങ്ങനെ ഇയാൾ പാലത്തിലൂടെ മെല്ലെ ഇങ്ങനെ നടന്നു പോകണം. അപ്പുറത്തെ ഒരാളുടെ അയാൾ കൈപിടിക്കുമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അയാൾ സ്പീഡിൽ ഇങ്ങനെ നടന്നപ്പോൾ അയാളുടെ നിന്ന് ചെറുങ്ങനെ തട്ടിപ്പോയി ഈ മനുഷ്യൻ താഴെ വീണു. താഴെ വെള്ളത്തിൽ വീണു. കണ്ണ് കാണാത്ത ഈ സഹോദരൻ വെള്ളത്തിൽ വീണിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയാൻ, എണീറ്റ് വരണ്ടേ, വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആചാര്യ ഒന്ന് എൻ്റെ കൈ പിടിക്കുമോ, എന്നെ ഒന്ന് പുറത്തേക്ക് കയറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ താഴെ വീണല്ലോ. അപ്പോൾ ഈ ആചാര്യ മെല്ലെ താഴെ പോയി ഈ മനുഷ്യനെ മെല്ലെ കൈ പിടിച്ചിട്ട് മേലെ കയറ്റിയപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, എനിക്ക് കണ്ണ് കാണൂല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചു, പിന്നെ കണ്ണ് കാണാതെ ഈ എങ്ങനെ എന്നെ ആചാര്യ എന്ന് വിളിച്ചത്, എന്നെ കാണാതെ ഈ എങ്ങനെ വിളിച്ചത്? അപ്പോൾ പറഞ്ഞത്, അങ്ങനെ കണ്ടിട്ടും തിരിഞ്ഞിട്ടൊന്നും വിളിച്ചോന്നല്ല, ഇജാതി സ്വഭാവമൊക്കെ ആചാര്യന്മാർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ധൈര്യത്തിൽ അങ്ങ് വിളിച്ചത്. കാരണം എന്നെ തള്ളിയിട്ടതൊക്കെ അവരാവാനേ സാധ്യതയുള്ളൂ എന്നുള്ള നിലക്ക് വിളിച്ചതാണല്ലോ, നിങ്ങളെ മനസ്സിലായിട്ട് വിളിച്ചതൊന്നുമല്ല. സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇബാദത്തൊക്കെ കൊണ്ടിടുന്നാലും നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ സ്വഭാവത്തിൽ കാണുന്നില്ല എന്നത് പുതിയ കാലത്ത് ഒരു വലിയ ദുരന്തമാണ്, വലിയൊരു പ്രയാസമാണ്. നോമ്പെടുക്കുന്നവർ, നിസ്കരിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, അവരുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ പൊലിമ കാണേണ്ടത് പെരുമാറ്റത്തിലാണ്. അല്ലാഹു ഇത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹ് റസൂൽ വിജയിച്ചത് അതില, സഹാബാക്കൾ വിജയിച്ചത് അതില, മഹാന്മാർ വിജയിച്ചത് അതില. കുറേ ഇബാദത്തിൽ മാത്രമൊന്നുമല്ല, അവർ വിജയിച്ചത് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല സ്വഭാവം കാണണമെങ്കിൽ അവരെ കാണണമായിരുന്നു. ഏറ്റവും നല്ല പെരുമാറ്റം, ഭാര്യനോട് എങ്ങനെ, ഭർത്താവിനോട് എങ്ങനെ, അമ്മയോട് എങ്ങനെ, ഉപ്പയോട് എങ്ങനെ, മക്കളോട് എങ്ങനെ, നാട്ടുകാരോട് എങ്ങനെ, അയൽവാസികളോട് എങ്ങനെ, സമൂഹത്തോട് എങ്ങനെ, അന്യമതസ്ഥരോട് എങ്ങനെ, ജീവജാലങ്ങളോട് എങ്ങനെ, പക്ഷിപ്രകാദികളോട് എങ്ങനെ, എന്തിന് സസ്യലതാദികളോട് എങ്ങനെ, എല്ലാം പെരുമാറ്റാണ്. ഇതൊക്കെ പാലിക്കുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് അവർ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ജനതയായി, ഖൈറു ഉമ്മ, അത്യുത്തമ സമുദായമായി മാറി.